everyone, welcome to yet another episode of Climax Cinemas. ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിലാണ്. ഇവിടെ സൂരജ് സാറിന്റെ വീട്ടിലാണ് നമ്മുടെ ടീം ക്ലൈമാക്സ് ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ സൂരജ്. ഞാൻ എറണാകുളത്തൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്കിത് പുതിയ വീടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ താമസം തുടങ്ങിയിട്ടിപ്പോൾ അധികം നാളായില്ല. അപ്പോൾ നമുക്ക് പണിയുന്ന സമയത്ത് എനിക്കൊരു ഹോം തിയേറ്റർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ലൈമാക്സ് സിനിമാസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് സാർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലമായിട്ട് ഒരു ഹോം തിയേറ്റർ സ്വന്തം വീട്ടിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടേ നടക്കുന്ന ഒരു സിനിമ ആസ്വാദകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ സാറിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററാണ് ടീം ക്ലൈമാക്സ് സിനിമാസ് ചെയ്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം മൂവീസ് കണ്ടുകൊണ്ടിരുന്നത് വെറും സാധാരണ TV അങ്ങനെയുള്ള ഇതിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ലേറ്റർ ഓൺ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭാഗ്യവശാലും നമുക്ക് അങ്ങനെ ഒരു വീട് പണിയാൻ സാധിച്ചു. അപ്പോഴാണ് ഈ ഹോം തിയേറ്ററിൻ്റെ കാര്യം ഞാൻ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അടുത്തൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് ആരെ ഏൽപ്പിക്കും, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോഴാണ് പിന്നെ ഞാനിങ്ങനെ യൂട്യൂബുകളും, നമുക്കറിയാലോ ഇപ്പോൾ യൂട്യൂബും വെബും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ക്ലൈമാക്സ് സിനിമാസിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റിയത്, അവരുടെ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ 2-3 വീഡിയോസ് കണ്ടു. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെയാണ് ഞാൻ ക്ലൈമാക്സ് സിനിമാസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ കോൺടാക്ട് ചെയ്തത് അനന്തു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അനന്തുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അനന്തു പറഞ്ഞു ഇത് എനിക്ക് അതിൻ്റെ ആ റൂമിൻ്റെ പ്ലാൻ ഒന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റൂമിൻ്റെ പ്ലാൻ അനന്തുവിന് അയച്ചു കൊടുത്തു. അങ്ങനെ അനന്തു ഇത് കണ്ടിട്ട് ഓക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നത് കേട്ടാൽ കൊള്ളാം, നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതുണ്ടെങ്കിൽ ഡെമോ പോലെ തന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലൈമാക്സ് സിനിമാസിൻ്റെ ഓഫീസിൽ പോയി ഞങ്ങൾ ഡെമോ കേട്ടു. ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി. മെയിനായിട്ട് പറയാൻ അനന്തുവിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മൾ ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രോംപ്റ്റാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്പോൺസ് തരായിരിക്കും, അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് റെസ്പോൺസ് ആയിരുന്നു. അതിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കസ്റ്റമറായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അനന്തുവിന് നല്ല ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലൈമാക്സ് സിനിമൻസിനെ മെയിനായിട്ട് അതുകൊണ്ട് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൂടാതെ എനിക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. സൂരജ് സാർ നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് കൺസിഡറേഷൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ലിമിറ്റഡ് ബഡ്ജറ്റ്, ലിമിറ്റഡ് സ്പേസ് ആൻഡ് പ്രൊജക്ടർ സ്ക്രീനിന് പകരം അദ്ദേഹത്തിന് ഒരു TV യൂണിറ്റ് ഉണ്ടായിരുന്നു. സോ അത് തന്നെ വെച്ചാൽ മതി എന്നായിരുന്നു. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു എക്കോണമി റേഞ്ചിലാണ് ടീം ക്ലൈമാക്സ് സിനിമാസ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ വീട് പണിയുന്ന സമയത്ത് ചേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, നമുക്കൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്താലോ, എങ്ങനെയുണ്ട്. അപ്പം എനിക്ക് ആദ്യം ഭയങ്കര കൺസേൺ ആയിരുന്നു, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമോ അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെയാണ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി ഇങ്ങനെ ക്ലൈമാക്സ് സിനിമാസിൻ്റെ എനിക്ക് വീഡിയോസൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞ പോലെ നല്ല പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവരുടെ ഡീലിങ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്നിട്ട് അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ അനന്തു എങ്ങനെയാണ് ഇത് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു. അതുപോലെ തന്നെ കേൾപ്പിച്ച് തരികയും ചെയ്തായിരുന്നു. ഈ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4 lakhs ആണ്. എന്നാൽ ക്വാളിറ്റിക്ക് ഒട്ടും കോംപ്രമൈസ് വരാത്ത രീതിയിലാണ് ടീം ക്ലൈമാക്സ് ഈ ഒരു ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഹോം തിയേറ്ററിന്റെ ഡിസൈൻ ആസ്പെക്ട്സ് നോക്കാം. മൾട്ടി ഷെയ്ഡ്സ് ആയിട്ടുള്ള ബ്ലാക്ക്, ഗ്രേ, ബീഷ്, ഡാർക്ക് ബ്ലൂ എന്നീ ഷെയ്ഡ്സിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹോം തിയേറ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. The dark blue color not only adds depth to the room but it also minimizes the light reflection. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ഹോം തിയേറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എലിവേറ്റഡ് 3D ഡിസൈൻ. ആൻഡ് സീലിംഗ് ആണെങ്കിലും ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ജിപ്സമിന്റെ ഉള്ളിൽ വരുന്ന LED ലൈറ്റ്സ് എലിവേറ്റ്സ് ദി ഓവറോൾ ആംബിയൻസ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഓഡിയോ സിസ്റ്റം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അനന്തുവിനോട് ചോദിച്ചു. പക്ഷെ അനന്തുവിൻ്റെ ഒരു മെയിൻ എനിക്ക് തോന്നിയത് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് കാശ് ചിലവഴിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞ ഓൾറെഡി കുറച്ച് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനന്ത് പറഞ്ഞു നിങ്ങളുടെ ഈ റൂം അനുസരിച്ചിട്ട് ഒത്തിരി ഓവറായൊരു സംഭവം എടുത്തു വെച്ചിട്ടും കാര്യമില്ല, കാരണം അത്രയും വലിയ ഇത് ഉൾക്കൊള്ളാനിതില്ല. അപ്പോൾ അതിന് പറ്റിയൊരു ഞാൻ പറഞ്ഞ അനന്തുവിനോട് തന്നെ അനന്തു എന്നാൽ പിന്നെ 2-3 ഓപ്ഷൻ എന്താ,
എനിക്ക് പറ്റിയ രീതിയിൽ എന്താ പറയുക എൻ്റെ ഈ റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയോ റേഞ്ചിലേക്ക് വരുമ്പോൾ വി യൂസ് ഹിയർ ഡോൾബി അറ്റ്മോസിന്റെ 5.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ. ആൻഡ് ഇതൊരു എക്കോണമിക് റേഞ്ചിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വി യൂസ് ഹിയർ പോക് ഓഡിയോ ഫ്യൂഷൻ സീരീസ് 5.0 പാക്കേജ്. ദിസ് പാക്കേജ് ഇൻക്ലൂഡ്സ് പോക് ഓഡിയോ ഫ്യൂഷൻ T50 ടവർ സ്പീക്കർ, പോക് ഓഡിയോ ഫ്യൂഷൻ T30 സെന്റർ ചാനൽ സ്പീക്കർ ആൻഡ് പോക് ഓഡിയോ ഫ്യൂഷൻ T15 ബുക്ക്ഷെൽഫ് സ്പീക്കർ. ആൻഡ് ദ കീ ഫീച്ചേഴ്സ് ആർ dynamic balance technology, wide dispersion drivers, high resolution audio compatibility, balanced acoustic array and compact design. The POC Audio HTS10 subwoofer has a deep resonant bass which enhances the impact of action movie scenes. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ സബ്വൂഫർ ബാക്കിയുള്ള സ്പീക്കേഴ്സ് ആയിട്ട് നല്ലൊരു ബാലൻസ്ഡ് ഇന്റഗ്രേഷനിലാണ് പോകുന്നത്. 17 ഫീറ്റ് ലെങ്ത്തും അതുപോലെ 10 ഫീറ്റും വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ റൂമിന് ഇത് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ദിസ് ഇസ് പെയർഡ് വിത്ത് Klipsch Atmos speakers CS16C2 and gives a overhead sound effect and provides a realistic sound experience. And ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു AVR റാക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിനകത്ത് AVR ആൻഡ് മീഡിയ പ്ലെയർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ IR ബ്ലാസ്റ്റേഴ്സ്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ഹോം തിയേറ്ററിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 3+3 റിക്ലൈനർ ചെയർസ് ആണ്. ഈ ഒരു ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറയുന്നത് Denon 1800 AV റിസീവർ ആണ്. മെയിനായിട്ട് എനിക്കൊരു നിർബന്ധമുണ്ട്, നമ്മളിപ്പോൾ ഓഡിയോ കേട്ടാലും നാട്ടുകാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അനന്തനോട് ചോദിച്ചു, അനന്ത് നമുക്കൊരു ഇതിൻ്റെ ഒരു അക്കോസ്റ്റിക്സ് ഈ ഒരു റൂമൊന്ന് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അനന്തുമായിട്ട് പറഞ്ഞു. അപ്പോൾ അനന്തു ഇങ്ങനെ ഓപ്ഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു ബുക്ക് നമ്മുടെ ഒരു കുറച്ച് എന്താ പറയുക സാമ്പിൾസ് കാണിച്ചു തരികയും നമുക്കിവിടെ എങ്ങനെയാണ് ഒട്ടിക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മളോട് അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ടേക്ക് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിലപ്പോൾ തിരക്കായാൽ പോലും നമ്മൾ ഓർമ്മിപ്പിച്ചത് ഇതാണ് സാർ, ഇതാണ് കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറ്റി, എനിക്കാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു പാറ്റേൺ നമ്മളിവിടെ ചെയ്തു. നമുക്കിനി അക്കോസ്റ്റിക്സിനെ കുറിച്ച് പറയാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പെറ്റ് പാനൽ സ്ട്രാറ്റജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എക്കോണമിക് റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പെറ്റ് പാനൽ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്സിലും അതുപോലെ ഡിസൈൻസിലും ചെയ്യാം. ഇവിടെ ഒരു എലിവേറ്റഡ് 3D ഡിസൈനിൽ അലോങ് വിത്ത് അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റിലാണ് ചെയ്തിരിക്കുന്നത്. The panels likely serve to absorb and diffuse sound, ensuring that audio quality is optimized within the space. This kind of attention to acoustic detail is crucial in a home theater where sound clarity and balance are paramount. Pet panelsന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് സൗണ്ടിനെ എൻഹാൻസ് ചെയ്യുകയും അതുവഴി ക്ലാരിറ്റിയും ക്വാളിറ്റിയും നിലനിർത്തുന്നു, which makes it ideal for home theaters. The main features are excellent sound absorption, eco-friendly, durability and longevity, variety of designs and colors, and it is cost effective. ഇത് എക്കോണമി റേഞ്ച് ആണെങ്കിൽ കൂടിയും നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഫ്ലോറിന്റെ ബേസ് ചെയ്തിരിക്കുന്നത് ഫോം കൊണ്ടാണ്. ആൻഡ് അതിന്റെ മുകളിൽ ഹൈ ക്വാളിറ്റി അക്കോസ്റ്റിക് ലഷ് കാർപ്പറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് റൂമിന്റെ ഒരു ഓവറോൾ എസ്തെറ്റിക്സ് കൂട്ടുക മാത്രമല്ല, ബട്ട് ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ദി അക്കോസ്റ്റിക്സ് ഓഫ് 5.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ എറണാകുളത്തായിരുന്നു. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട്, അതായത് ഈ സംഭവം വളരെ മനോഹരമായിട്ട് തന്നെ അനന്ത് ചെയ്തു. കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് റെസ്പോൺസ്, അതാണ് ഏറ്റവും വലിയതായിട്ട് നമുക്ക് വേണ്ടത്. ഇത് ചെയ്ത ഓരോ സ്റ്റെപ്സും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ഇത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു. ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണെങ്കിൽ തന്നെ ഞാൻ ഇത് കേൾക്കാൻ വന്നപ്പോൾ തന്നെ എനിക്കത് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. വെച്ചാൽ സിമ്പിളാണ് ബട്ട് എലഗൻറ്റ്, ഒത്തിരി ഇതില്ല. പക്ഷെ നമ്മുടെ മനസ്സിലിണങ്ങിയ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് അത് ചെയ്തു തന്നു. അത് കൂടാതെ എനിക്ക് സൗണ്ട് സിസ്റ്റം കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, നമ്മൾ ശരിക്കും ആ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് നമ്മൾ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ശരിക്കും ഒരു എന്താ പറയുക ഒരു വൈബ് നമുക്ക് ഇതിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും എൻ്റെ ഫാമിലി ഞങ്ങൾ കേട്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സിനിമയൊക്കെ കണ്ട് നമ്മൾ ആ സൗണ്ട് എഫക്റ്റുകളാണെങ്കിലും ഒക്കെ ഭയങ്കര എന്താ പറയുക ശരിക്കും ഒരു തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ തിയേറ്ററിലൊന്നും അത് കാരണം പോയി സിനിമയൊന്നും കാണാറില്ല. OTT വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് കൂടുതലും കാണുന്നതും. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇരുന്ന് അത്ര ആ സെയിം എക്സ്പീരിയൻസ് തന്നെ. അപ്പം നമ്മൾ
അത് ലൈവായിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വീട് കാണാൻ വന്നവരിൽ ഒരാൾ പോലും തിയേറ്ററിനെ പറ്റി പറയാതെ പോയിട്ടില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഒരു പ്രൊജക്ടർ സ്ക്രീൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം we've used here an 85-inch LED TV. The vibrant colors and the sharp features gives a cinematic experience. എനിക്ക് ഓഫീസ് ജോലിയൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോം തിയേറ്റർ റൂമാണ്. അതുകൊണ്ട് ഞാൻ ക്ലൈമാക്സ് സിനിമാസിൻ്റെ വർക്കിൽ വളരെ വളരെ ഹാപ്പിയാണ്. പിന്നെ അവരുടെ മെയിൻ പ്രോംപ്റ്റായ ഒരു റെസ്പോൺസും നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അപ്രോച്ചും എനിക്ക്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തോന്നി. എല്ലാം കൊണ്ടും സൗണ്ടിൻ്റെ കാര്യത്തിലും കസ്റ്റമർ കെയർ എന്ന രീതിയിലും എനിക്ക് എല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ടു. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് പാക്കേജ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. Contact Climax Cinemas for more details. We have services all over India and we have EMI services as well. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Till then, bye.